5-ാമത്തെ വയസ്സുള്ള കാര്യം നമ്മൾ ഇന്നലെ ഒറ്റ രാത്രി വെളുക്കുന്ന പോലെ ഇന്നലെ പോലെ ഓർമ്മയില്ലേ? എന്ത് പെട്ടെന്ന് ഈ 60 വയസ്സായിപ്പോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ കുഴിപ്പോ ഇല്ലേ? പിന്നെ നമ്മുടെ മക്കൾ ഓർക്കുമോ? വല്ലപ്പോഴും ഓർക്കറിയാം അപ്പനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കുമായിരിക്കും. അല്ല നമ്മൾ ഓർത്തവരെ കറങ്ങി നിലപിടിച്ചിരിക്കുക നല്ലല്ലോ. നമ്മുടെ അപ്പനെ പറ്റി അത്രയല്ല ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. പക്ഷെ ക്ഷണം നേരം കൊണ്ട് നമ്മുടെ ജീവിതം തീരും. പിന്നെ ഭയങ്കരം. പിന്നെ ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനമൊക്കെ അങ്ങ് തീരും. മനസ്സിലല്ലേ? സൗന്ദര്യമൊക്കെ അങ്ങ് മാറും. ഈ അഹങ്കാരം പറഞ്ഞ നാവ് ഇങ്ങോട്ടങ്ങ് പോകും. പിന്നെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്ന വചനത്തെ അനുസരിക്കാൻ പോകും. അപ്പൊ ഈ വചനത്തെ അനുസരിക്കുമ്പോഴാണ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് വെളിപ്പെട്ട് വരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ അപ്പം നമ്മളിപ്പം സ്നാനമേറ്റ സാറിൻ്റെ ഈ പരീക്ഷകൾ അതുകൊണ്ടാണ് ഈ പിന്നെ സ്വന്തം സഹോദരന്മാരും കൂട്ടുകാരും നമ്മൾ ക്ഷണിക്കുമ്പോൾ പോകുമ്പോൾ സാറ് എനിക്ക് വേണ്ടി ജീവനെ തന്നവനേക്കാൾ ഉപരി ഇവരെ സ്നേഹിച്ചു. അതുകൊണ്ട് അവർക്ക് ഓപ്പോസിറ്റല്ലേ അവർ പഠിപ്പിച്ചു നമ്മളെ. അപ്പം കർത്താവിനെ ആ സ്നേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഈ തെറ്റിലേക്ക് പോയത്. അപ്പം ഇന്ന് ഒരു കാര്യം, എനിക്ക് വേണ്ടി പ്രാണം തന്നത് കർത്താവാണ്, ഞാൻ അവന് വേണ്ടിയേ ജീവിക്കത്തുള്ളൂ. ആ ജീവിതയാത്രയിൽ ഇപ്പം സാർ ഒരു ലക്ഷ്യം വെച്ച് ഓടുമ്പോൾ, ഇപ്പം സാർ ഒരു 100 മീറ്റർ ഓട്ടത്തിൽ പങ്കാളിയാകാം. ഇടയ്ക്ക് അപ്പുറത്തൊരു കല്ലിരിപ്പുണ്ടായിരുന്നു. സാർ ആ ഓട്ടത്തിനിടയ്ക്ക് മനഃപൂർവ്വം ചെയ്യുന്ന കല്ല തട്ടുമോ? എങ്ങനെയെങ്കിലും അപ്പുറം ഓടി രക്ഷപ്പെടാനല്ല ശ്രമിക്കത്തുള്ളൂ, ഓടി ആ പോയിന്റ് ചെല്ലാനല്ല. അഥവാ നമ്മൾ ആ ലക്ഷ്യം വെച്ച് ഓടുമ്പോൾ കാലോ വല്ലോ ഒന്ന് ഇടറിയ കല്ല് തട്ടിക്കഴിഞ്ഞാൽ എന്നെ കുഴപ്പമില്ല. ഓടുന്നതുകൊണ്ടല്ലേ കല്ല്. അപ്പൊ ഓടുന്നവർക്ക് വീഴ്ച പറ്റാം. മനഃപൂർവ്വം ചെന്ന് കല്ല് തൊഴിക്കുന്നവനെ ആരെങ്കിലും വന്ന് രക്ഷിക്കുമോ? പക്ഷെ നമ്മളെ മനഃപൂർവ്വം അങ്ങോട്ട് ചെന്നിട്ട് കല്ലെ തൊഴിച്ചിട്ട് അവിടെ വീണ് കിടന്നാൽ ആരും നമ്മളെ രക്ഷിക്കാൻ പറ്റും. ദൈവം നമ്മുടെ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ നമ്മൾ ഓടുന്ന കർത്താവിനോട് പ്രാപിക്കാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിന് അബദ്ധത്തിൽ എൻ്റെ കാലതെ തട്ടി നമ്മൾ വീണ് കഴിഞ്ഞാൽ എത്രയോ പേര് ഓടി വന്ന് നമ്മളെ താങ്ങാനുണ്ട്, ഇല്ലേ? പെട്ടെന്ന് കൈയും കാരണം മോനെ സ്ഥാനത്തിൽ ഓടി തീർക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പിക്കത്തില്ലേ? സ്കൂളിലെ ഓട്ടോ ഒക്കെ ഓർത്ത് നോക്കി.